പൊങ്കാലത്തുള്ള ഗെറ്റടി വിൽക്കുന്നതാണ്. ഫസ്റ്റ് ഗെറ്റടി വിൽക്കുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Wonderful. കറി വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്കല്ല, മുടി ഹെയർ സ്റ്റൈലിങ്ങാണ്. ഇതിലേക്ക് നമുക്കൊരു രണ്ടായിട്ടാണ് പക്ഷേ ഇന്ന് നമുക്ക് എവിടെ ഒരു പരിപാടി കുന്നംകുളത്ത് അറിയാം. അവരുടെയൊക്കെ ചാനൽ കാണാൻ ആൾക്കാരുണ്ട്. ഭയങ്കര ന്യൂസായി ഉണ്ണിമാരുടെ ട്രോളാ വരുന്നത്. ട്രോളാൻ വരുന്നത്. പക്ഷെ അവളൊക്കെ അവരെ ഗ്രൂപ്പിൽ അവള് മാത്രമേ ഉള്ളൂ ഫേമസ് ആവാൻ വേണ്ടി കിടന്നു എന്തൊക്കെ നോക്കിയിട്ടൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് നമ്മൾ പൊങ്കാലിടാനാണ് ഈ ഒരു കെട്ടടി വിൽക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പനയം ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു. അങ്ങനെ നമ്മളവിടെ പൊങ്കാലിടാൻ വന്ന അമ്മയും അച്ഛമ്മയും കൂടെ നേരത്തെ പോയി സ്ഥലം പിടിച്ചായിരുന്നു. അങ്ങനെ ഞാനവിടെ പൊങ്കാലിടാൻ പോകട്ടോ. അങ്ങനെ തീയൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് ഞാനും അതിനും കൂടെ ആദ്യം ഇട്ടിരുന്നൊരു പൊങ്കാലയാണ്. അമ്മ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അമ്മയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് നല്ലതുപോലെ നടന്നു. അങ്ങനെ പതുക്കെ തീയൊക്കെ കത്തിച്ച് രൂപ. പിന്നെ ഞാൻ അരി ഇടുന്നതാണ്. അരി ഇടുന്നതുണ്ടായിരുന്നു. അരുണാ ഫസ്റ്റ് അരി ഇട്ടത്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അരുണാണെങ്കിൽ വിളക്ക് എത്തിക്കാനായിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി. പിന്നെ പറ്റിയില്ല. അങ്ങനെ ഞാൻ അരിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം 12 അരക്കരയുടെ അമ്പലമാണിത്. അങ്ങനെ അടുത്തേന്ന് തിളച്ച് ഞാനിടുന്നത് പാൽപ്പായസമായിരുന്നു കേട്ടോ. അമ്മ ശർക്കര പായസവും ഞാൻ പാൽപ്പായസമാണ് ഇടുന്നത്. എനിക്ക് തിളയ്ക്കാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം തിളച്ച് മേളി വരെ വന്നു. കാരണം എനിക്ക് വെള്ളം കുറവായിരുന്നു. അതുകൊണ്ടാണ് സംഭവം. അങ്ങനെ പാൽപ്പായസത്തിലുള്ള പഴവും ഒക്കെ ഇട്ട് അങ്ങനെ പായസം കണ്ടു. അന്ന് കുറേ നേരം കാത്തിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്ന് ഞാനും അമ്മയും മാമിയും എല്ലാം കൂടെ വല്യമ്മയും വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ അരുണിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതല്ല, ഫോട്ടോ എടുത്ത ശേഷം അത് വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ അരുണിൻ്റെ അമ്മ. നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ പുറവശത്തായിരുന്നു നമുക്ക് പൊങ്കാല അടുപ്പ് കിട്ടിയത്. കുറേ നേരമായിട്ടും വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. ദോശയും സാമ്പാറും പപ്പടമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തളിച്ച് നമ്മൾ വീട്ടിൽ വന്നു. ഒരു
ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇടാനായിട്ട് ഒരു വീഡിയോ എടുത്തതാണത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.